രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ പുസ്തകം പുറത്തിറക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഇടുക്കി മുളകുവള്ളിയിലെ ഇവാന സതീഷ്. 12 ചെറുകഥകളുള്ള ഒരു സമാഹാരമാണ് ഇടുക്കി ന്യൂമാൻ LP സ്കൂളിലെ ഈ മിടുക്കി ഇപ്പോൾ പുറത്തിറക്കിയത്. അമ്മുവിന്റെ സമ്മാനം. അമ്മു എന്ന പെൺകുട്ടി ആദ്യമായി സ്കൂളിൽ ചേരാൻ പോവുകയാണ്. അവൾ അച്ഛനെയും കൂട്ടി സ്കൂളിലെത്തി. കുറെ മത്സരങ്ങൾ കണ്ടു. മറ്റൊരാൾ എഴുതിയ കഥ നോക്കി വായിക്കുകയല്ല ഇവാന. സ്വന്തം തൂലികയിൽ വിരിഞ്ഞ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. ആരും കാണാതെ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചിരുന്ന വാക്കുകളിലെ കഥകളെ കണ്ടെത്തിയത് ഇവാനയുടെ അധ്യാപകരാണ്. അനിയൻ ഇഷാനൊപ്പം വീടിനുള്ളിൽ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഇവാന കഥാകാരിയായതിന്റെ കഥ അവൾ തന്നെ പറയും. ടീച്ചർ ഒരു ലൈബ്രറി ബുക്ക് തന്നു. ആ ഒരു കഥ അതിൻ്റെ അകത്തുള്ള എനിക്കറിയില്ലാത്ത അക്ഷരം ഞാൻ റഫിലേക്ക് എഴുതി വെച്ചു. അപ്പോൾ കുറച്ച് അക്ഷരങ്ങളൊക്കെ കിട്ടി. അത് വെച്ച് ഞാൻ കഥ എഴുതി. MSW വിദ്യാർത്ഥിനിയായ അമ്മ അനിറ്റയാണ് ഇവാനയെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചത്. ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ സതീഷാണ് അച്ഛൻ. അധ്യാപകർ പറയുമ്പോഴാണ് ഇവാന എന്ന എഴുത്തുകാരിയെ ഇവർ പോലും മനസ്സിലാക്കുന്നത്. 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഇവിടെ ചെറിയ കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 1ാം ക്ലാസ്സിൽ വെച്ച് ഒരു ടോപ്പിക്ക് സിസ്റ്റർ കൊടുത്തിട്ട് പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയെന്നൊരു കഥ എഴുതാൻ പറഞ്ഞു. അപ്പം ഇവള് അപ്പുവിൻ്റെ ഒരു കഥ എഴുതി. അവരത് സ്കൂൾ PTA അന്ന് ഇവൾക്ക് കൂട്ടി എഴുതാനും പോലും അറിയുന്നില്ലാത്തൊരു ഇതായിരുന്നു. 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം നമുക്കറിയാലോ, അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ. പിന്നെ സിസ്റ്റർ അത് എല്ലാം കൂടി ക്ലിയർ ചെയ്തിട്ട് അന്ന് അവൾ പറയുകയും ചെയ്തു, നമ്മൾ ഇവാന കുട്ടി നല്ല മിടുക്കിയാണ്, അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ ആയ സമയത്ത് തന്നെ ഇവൾ കഥ എഴുതി എന്നൊക്കെ പറഞ്ഞ് പറയുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള പിന്തുണ ഇവാനയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാനുള്ളതാണ്. 24 ഇടുക്കി. ആഷ്മിയുടെ